കേരളത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. മാറില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. മാറിയാൽ വിവരമറിയും എന്നാണ് സുധാകരൻ നൽകുന്ന സൂചന. ഈ സാഹചര്യത്തിൽ DCC എങ്കിലും അഴിച്ചുപണിയാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡ് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. 10 DCC അധ്യക്ഷന്മാരെ മാറ്റാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. DCCകളുടെ പ്രവർത്തനത്തിൽ കാലാനുസൃതമായ മാറ്റം കൊണ്ടുവരാനും അവയെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാനും AICC ജനറൽ സെക്രട്ടറിമാരുടെയും ഭാരവാഹികളുടെയും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് നേരത്തെ തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാകും DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിൽ തീരുമാനം ഉണ്ടാവുക. തെക്കൻ ജില്ലകളിൽ, തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ DCC തലപ്പത്ത് പൂർണ്ണമായി മാറ്റമുണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയെങ്കിലും ബൂത്ത് തല പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്നാണ് കോൺഗ്രസിന്റെ തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട്. സർക്കാർ വിരുദ്ധ വികാരമുണ്ടായിരുന്ന വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനായില്ലെന്നും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. പ്രായം, പ്രവർത്തന മികവ്, സാമുദായിക സമവാക്യം എന്നിവ പരിഗണിക്കാതെയാണ് കഴിഞ്ഞ തവണ DCC പ്രസിഡന്റുമാരെ തീരുമാനിച്ചതെന്ന വിമർശനവും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് KPCC അധ്യക്ഷനെ മാറ്റിയില്ലെങ്കിലും DCCയിൽ അഴിച്ചുപണി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പരമാവധി യുവാക്കളെ ജില്ലാ അധ്യക്ഷന്മാരാക്കണം എന്ന താൽപര്യമാണ് ദേശീയ നേതൃത്വത്തിന് ഉള്ളത്. DCC പ്രസിഡന്റുമാർ 3 വർഷം തികച്ച സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി മാറ്റം വേണമെന്ന നിർദ്ദേശം വെച്ചത് മറ്റാരുമല്ല, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ്. അതവർ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകാൻ പുതിയ നേതൃത്വം വരട്ടെ എന്നാണ് AICCയുടെയും നിലപാട്. സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടിന് പുറമെ ഏതെല്ലാം DCC പ്രസിഡന്റുമാരെയാണ് മാറ്റേണ്ടതെന്ന റിപ്പോർട്ട് AICC സെക്രട്ടറിമാർ സമർപ്പിച്ചിട്ടുണ്ട്. ജില്ലാതല പര്യടനം നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനുള്ള മിഷൻ 2025ന്റെ ഭാഗികമായ പ്രവർത്തനവും വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 1960കളിലും 70കളിലും DCCകൾക്കുണ്ടായിരുന്ന മികവ് അത് തകർന്നത് പാർട്ടിക്ക് ക്ഷീണമായെന്ന് AICC യോഗത്തിൽ വിലയിരുത്തൽ ഉണ്ടായി. DCCകൾക്ക് തീരുമാനമെടുക്കാവുന്ന തരത്തിൽ കൂടുതൽ അധികാരം നൽകണമെന്നത് ഉൾപ്പെടെ അഭിപ്രായവും ഉയർന്നു വന്നു. സാധാരണ DCC അധ്യക്ഷന്മാർ പറയുന്നതാരും കേൾക്കാറില്ല. DCC അധ്യക്ഷൻ എന്ന് പറഞ്ഞ് ഇരിക്കാനേ പറ്റൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അവർ പറയുന്നത് കേൾക്കണം എന്ന രീതിയിലുള്ള അഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്നു. അവർക്ക് കൂടുതൽ അധികാരം കൊടുക്കണമെന്ന അഭിപ്രായവും ഉയർന്നു വന്നിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ DCCകൾ ഒരു പേര് മാത്രം ഹൈക്കമാൻഡിന് നൽകുകയും അത് അംഗീകരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു കാലം കോൺഗ്രസിന് ഉണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരവും ചുമതലയും നൽകണമെന്ന നിർദ്ദേശത്തെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പിന്തുണച്ചിരിക്കുന്നു. ഇതുൾപ്പെടെ പാർട്ടിയുടെ അടിസ്ഥാന ഘടന ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളും നടന്നു. സമാന ചർച്ച സംസ്ഥാന തലത്തിലും നടത്താനാണ് AICC തീരുമാനം. 2024 പുനഃസംഘടന വർഷമായിരിക്കുമെന്ന് നേരത്തെ AICC വ്യക്തമാക്കിയിരുന്നു. ബീഹാറിലല്ലാതെ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊന്നും നടക്കുന്നില്ല. ഇത് മുൻകൂട്ടി കണ്ടാണ് കേരളത്തിലെ സംഘടനയെ അഴിച്ചുപണിയാൻ തീരുമാനം എടുത്തിരിക്കുന്നത് AICC.